സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാനും അബ്ദും കൂടി ഇത് വർക്ക് ഇൻഷാല്ലാ ഇത് വർക്ക് അയ്യോ ഈ വീഡിയോ കാണുമ്പോൾ നാളെ രാത്രിയാവും. ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ടൈം എത്രയാടാ? 3:08 അവിടെ ടൈം ഇപ്പോൾ 3:08. ഞങ്ങൾ നട്ടപ്പാതിര 3:00 ഡ്രസ്സ് എടുത്തപ്പോൾ വരുന്നുള്ളൂ. ഞാൻ മുടി വെട്ടാൻ ആക്കി കൊടുക്കണം. എനിക്ക് ബിലാലിൻ്റെ കടയിൽ പോകണം. ബിലാലിൻ്റെ കടയിൽ സിനാൻ അശ്മിലൊക്കെ വന്നിട്ടുണ്ടാവും. സിനാൻ വന്നിരിക്കണം, അശ്മിൽ വരണമെന്ന് പറഞ്ഞു. സോ നമുക്ക് അവിടെ പോയി കുറച്ച് ഹില്ലിങ്ങും പരിപാടിയൊക്കെ നോക്കാം. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണ വ്ളോഗൊന്നും എടുത്തില്ല. ഒരു മൂഡില്ല. ഞാൻ അവിടെ പോയി എടുത്ത് വേഗം പോകുന്നതാണ്. എന്തായാലും ഇവനൊന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ അബ്ദുവിനെ ബാർബർ ഷോപ്പിൽ ഇറക്കിയിട്ട് ഞാൻ നേരെ ബിലാലിൻ്റെ കടയിൽ പോവാണ്. എന്തായാലും ബിലാലിൻ്റെ കടയിൽ എത്തിയിട്ട് എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പ് അടച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഷോപ്പൊക്കെ അടച്ച് വരുന്നുള്ളൂ. നമുക്ക് ഏതായാലും ബാഗൊന്ന് അവിടെ ഒറ്റ പിടിക്കണം. കുറച്ച് പോകാനുണ്ട്. ഗേറ്റ് അടവ് കൊടുങ്ങൂലായിരിക്കും, അത് എനിക്കറിയാം. എന്തായാലും ഒന്ന് പോട്ടെ. നമ്മൾ രാത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമല്ലേ? രാത്രി എന്നല്ല, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് എങ്ങോട്ടേക്കും പോണ കാല രസമുള്ള പരിപാടിയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നല്ല രസമാണ് ഒറ്റയ്ക്ക് നമ്മൾ സ്വന്തം വൈബിൽ ഇങ്ങനെ വണ്ടി അടിച്ച്. ആരുമില്ല വണ്ടിയിൽ നോക്കാം, അല്ല റോട്ട് മേലെ. ഇപ്പോൾ ആളുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ ഓടിക്കാം. അത് വേറെ വീടാട്ടോ. അങ്ങനെ ഞാൻ ബിലാലിൻ്റെ കടൻ്റെ അവിടെ എത്തി. അശ്മിൽ ഒന്നാണ്. ബിലാലിൻ്റെ വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയുണ്ട്. സിന അങ്ങനെ വന്നത് എനിക്കറിയില്ല. പക്ഷേ വേറെയും കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എത്ര ആൾക്കാരുണ്ടെന്നോ മോനെ. എൻ്റെ മുഖമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആക്കണം. കാരണം എൻ്റെ മുഖം മൊത്തം അലമ്പിക്കണം. ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ ആക്കട്ടെ. കുറച്ചുണ്ട്. എല്ലാവരും ഒന്ന് പോയി കടക്കൊന്ന് ഫ്രീ ആയിട്ട് വരാൻ പറ്റും നോക്കാം. ഓക്കെ, വരാൻ പറ്റുമെന്നില്ല, കടക്കൊന്ന് സെറ്റായിട്ട് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടുമല്ലോ. ആ ഗ്യാപ്പ് ഇട്ടുമ്പോൾ സെറ്റായിട്ട് ഓലയുടെ ഒന്ന് വീഡിയോ എടുത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഓക്കെടാ. അവിടെ പോയപ്പോൾ ബിലാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അശ്മിൽ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അവർ ഉൾപ്പുറത്താണുള്ളതെന്ന് പറഞ്ഞു. നമുക്ക് ഉൾപ്പുറത്തേക്ക് പോകാം, അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എണ്ണ അടിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. സോ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ബിലാൽ അവിടെ പെരുമ്പെട്ടല്ല, ഇനിയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വെട്ടാൻ. അതിൽ വെട്ടട്ടെ. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് പമ്പിലേക്ക്. എനിക്ക് വെള്ളത്തിന് അയച്ച്. ബിലാലിൻ്റെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വെള്ളം അവിടുന്ന് കുടിക്കാൻ മറന്നുപോയി. പക്ഷെ എൻ്റെ വണ്ടീനെ ഇങ്ങനെ കാണുമ്പോൾ നേക്കുണ്ടല്ലേ, ഇങ്ങനെ കുഴപ്പമില്ലല്ലേ? വണ്ടി ഒന്ന് കഴുകാണ്. ടയറിൻ്റെ ഇവിടെ മൊത്തം നല്ല ചളിയുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിപ്പിക്കണം. കാരണം വണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ അവിടെ ചെറിയ സ്ക്രാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഒന്നും ടച്ചപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒന്ന് സെറ്റാക്കണം. ഞങ്ങളങ്ങനെ ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അശ്മിലെ കിട്ടി, ഞാനെ കിട്ടി. ഞങ്ങൾ പോകുന്ന എൻ്റെ വണ്ടി അവിടെ ഉൾപ്പുറത്ത് വെച്ചിട്ട് ഇവൻ്റെ വണ്ടി ഇറങ്ങിയാണ്. അസ്സലാമലൈക്കും. ചായ എടുക്കാൻ വേണ്ടി ചായ ഇല്ല, ഞാൻ ബാഗ് ഇറങ്ങി കൊടുക്കും. ഗൈസ്, ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കട കിട്ടിയപ്പോൾ അത് ക്ലോസ് ആണ്. ഇവിടെ എല്ലായിടത്തും ബാർബർ ഷോപ്പ്, ടൈലർ ഷോപ്പ്, ഡ്രസ് ഷോപ്പൊക്കെ ഓപ്പണാണ്. പക്ഷേ ചായക്കട അട്ടപ്പാതിര 4 മണിക്ക് ചായ അടിക്കാൻ വേണ്ടി തപ്പുന്ന കുറച്ച് സുഹൃത്തുക്കളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും ബിലാലിൻ്റെ കടയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതോ കണ്ടോ, ചായക്കട അന്വേഷിച്ചിട്ട് ഒരു ചായക്കട പോലും തുറന്നില്ല. ഈ നിൽക്കണതോ ഇത് നിൽക്കണതോ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ, അതും അടച്ചിട്ട്. പക്ഷേ നട്ടപ്പാതിര 4 മണിക്ക് പെരുന്നാത്തലേന്ന് ആരും ഹോട്ടലിൽ ഉറപ്പില്ല. അത് ഫ്രീ ആയിട്ട്, അതാവുമ്പോ സുഖം. സർക്കാർ ചെലവിൽ ചായ അത് പൊളിക്കും. എന്നാ നമ്മളെല്ലാ ദിവസവും വരും. ജോലൈനല്ല, താടി ഇവിടെ നോക്കാം. താഴെ നോക്കാം, ഫുള്ള് മുടിയാണ്. നിർത്താൻ 4 മണിക്ക് നിർത്താതെ വെട്ടില്ല. കാണില്ല വർക്കാവില്ല. 4 മണിക്ക് പട്ടിപ്പണി. കട വന്നപ്പോ കഴിക്കാൻ ഫുഡ് ആവും. ആടെ എല്ലുംപാടിയായിട്ട് കൊണ്ടിരിക്കുന്നതിനെ അതിലൊന്നുമില്ല. അസ്സലാമലൈക്കും. തലയിലാ വേണ്ട. ചെറുപയർ
അതിന്റെ ശരിക്കും വേണ്ട ഒറ്റ ചേർന്ന് മൂപ്പര് മസാല കൊണ്ട് തിന്ന് അല്ലാ അവിടെ വെട്ടിയാണ് ചിക്കന്റെ മതിര് ഉള്ളിൽ ചെറുപയർ കഴിക്ക് ആ ഉള്ളിയോടെ കിട്ടുന്നതാണ് മറ്റേ ചോദിച്ചോ സുബൈവാങ്ക് കൊടുക്കാതെ തുടങ്ങി ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ വെട്ടിക്കോട്ടിക്കാ റോട്ടുമ്പോ കൂടെ നായൊക്കെ പോയാണ് മുഖൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വന്ന നേരെ എത്ര ഓരോ നിന്ന് വെട്ടണുണ്ടോ ഈ താടി എത്ര നേരം താടി 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 നല്ലതിന് പറയാ മീശ കണ്ട നട്ടപ്പാതിര 5 മണിക്ക് വരുത്ത മൂടി കേട്ടോ അത് കൂടും നട്ടപ്പാതിരല്ല രാവിലെ ഇല്ലല്ല ആ കേറി ഡോറിന്റെ അടുത്തതാ എന്താ 5 മണി ഇവിടെ അടുത്ത എന്താ കാട്ടറേ എന്താ അടി അടി കുറച്ച് വീഡിയോ എടുക്കാം ദിനാന്റെ മുടി വെട്ടുന്ന അശ്വിന്റെ ഓത്തത്ത മറ്റേ ക്രിക്കറ്റിനൊക്കെ ഇറങ്ങുന്ന ആൾക്കാര് തേക്കൂലേ അതുപോലെ സിനാൻ ചിരിച്ചാ മുടി കയറുന്നു എന്റെ ഫേസൊക്കെ സെറ്റ് ആക്കണം സിന മുടി കെട്ടി കേസ് ഇവിടെ ബില്ലാല് ഫേസ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അശ്മിലോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉറക്കം വന്നിട്ടാണെങ്കിൽ വയ്യ ടൈം എത്ര എൻ്റെ ഫോൺ ടൈം ഇപ്പം കാണിച്ചില്ല ടൈം ഇപ്പം രാവിലെ 5:38 5:38 ആ 7 മണിക്ക് നിസ്കാരം 7:30 നിസ്കാരം 6:05 എവിടെയാണ് സെറ്റ് പഠിപ്പിക്കുന്നത് ഗ്രൂമിംഗ് ആണ് സിനാൻ തായ് ഇറങ്ങാം ഞാൻ മാത്രല്ല കുറച്ച് ഞാൻ സീനാണ് ഫേസ് സെറ്റ് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എത്ര നേരം ആക്കണം 15 മിനിറ്റ് സീസോ സെറ്റാക്കി കൊണ്ടിരിക്കുക സംസാരിക്കാൻ വയ്യ കഴിഞ്ഞിട്ട് ഏകദേശമൊക്കെ റെഡിയായി പിന്നെ തുടയ്ക്കുക എല്ലാവരും അവിടെ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാനിവിടെ സെറ്റാക്കി സിനാനും പാടി ഒന്ന് സെറ്റാക്കണ്ടേ അവിടെ അവിടെ സെറ്റുണ്ട് എവറിത്തിങ് ഈസ് ഗുഡ് ഓ ജിമ്മിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ പിന്നീട് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വരും എല്ലാരും കൂടി കൂടുമ്പോ സംസാരിക്കാം ഇത് മാറ്റമുണ്ടോ കണ്ണാടി വെക്കി മാറ്റം ഇങ്ങോട്ട് കൊണ്ടാ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ മാറ്റമുണ്ടോ ഉണ്ടല്ലേ എന്റെ ക്രീം വെറുതെ പോയി ഓ സംഭവം നോക്കാം ഫുള്ള് രാവിലെ നേരെ വെളുത്ത് ഇന്നലെ രാത്രി പെരേന്ന് ഇറങ്ങിയിട്ടില്ല ഇന്നലെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോന്ന എൻ്റെ വണ്ടി ഞാൻ ഉൾപ്പുറത്ത് വെച്ച് തന്നെ അശ്വിൻ്റെ കൂടെ കണ്ട് പോയി അപ്പോൾ ഇപ്പോൾ സിനാനെ ഡ്രോപ്പ് ചെയ്യും സിനാൻ ഡ്രോപ്പ് ചെയ്തിട്ട് സിനാൻ കണ്ട് പോലും എനിക്ക് കുറച്ച് സ്ക്രബും കാര്യങ്ങളൊക്കെ ഇട്ട് ഫേസ് ഒന്ന് സെറ്റാക്കാണ്ട് അപ്പോൾ ഓനായി സെറ്റാക്കും ഞാൻ വീട്ടിൽ പോട്ടെ ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് മാറ്റി സെറ്റായി പള്ളിയിലൊക്കെ ഒന്ന് പോകണം ഞാൻ എടുത്തടാ അപ്പോൾ ഗൈസ് ഞാൻ എടുത്ത് നോക്കടാ ഞാൻ എന്തായാലും എൻ്റെ വണ്ടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോട്ടെ പൊട്ടിക്കാൻ കൊണ്ടുവന്ന പടക്കാണ് പക്ഷേ
ഇന്നലെ പൊട്ടിക്കാൻ പറ്റിയില്ല ചെറിയ മൂടില്ല ഇനി പൊട്ടിക്കാൻ. ഇന്ന് എല്ലാവരും പാടിയൊക്കെ കൂടുമ്പോൾ പൊട്ടിക്കാം. അതന്നെ സ്വന്തം ചാവി കാണുന്നില്ലല്ലോ. ആ ഇത് തിരിയണില്ലടാ, ഓണയക്കണോ ഇവിടെ? ആ ഓണായി. ഓരോരോ സിസ്റ്റമാറ്റിക് സാധനങ്ങള് ഓക്കടാ ഒന്ന് ശ്രദ്ധിക്കാം ഗൈസ്. ബിലാലിന്റെ അശ്മിലിന്റെ കട, എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. സിനാൻ പോണ എടാ, ചോക്കിലിടണമെന്നില്ലടാ, ചോക്കിലിടാതെ അടിച്ചാലും കിട്ടും ഗൈസ്. ആ അത് തണുത്തിക്കുമ്പോ അടിച്ചുകൊണ്ട് കിട്ടാൻ പണിയാവും അല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെടാ, ബൈ.